ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെളുപ്പിന് തന്നെ കുളിയും ചെമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയും സോയാബീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയിട്ട ഗോതമ്പ് ദോശ, ഒരു സൈഡിൽ കൂടി സോയാബീൻ റെഡിയാക്കുകയാണ്. പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് താളിച്ചു. അതിലേക്ക് സവാള ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഒരു സൈഡിൽ കൂടി ദോശ ചുടുകയാണ്. പിന്നെ അതായത് നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കറിൽ ഞാൻ സോയ വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കിട്ട് സോയ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ കാത്തൂനെയും കുഞ്ഞുങ്ങളെയും വീടിനകത്തേക്ക് കൊണ്ടുവരികയാണ്. കാത്തു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കുഞ്ഞുങ്ങളെ ഞങ്ങളിത് ഇന്നാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഇന്ന് സൺഡേ ആയത് കാരണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇതേ കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. ഇന്നാണ് കുഞ്ഞുങ്ങളെ വീട്ടിൽ കയറ്റുന്നത്. അപ്പോൾ അതെ 3 കുഞ്ഞുങ്ങളെ കണ്ടോ. കേക പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഇടയിൽ കൂടി കാത്തു ഇടയ്ക്ക് വന്ന് കുഞ്ഞുങ്ങളെ ഓരോന്നിനായിട്ട് ഇങ്ങനെ തലോടി പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് അലക്കാനും അടിച്ചു വാരാനും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തായിരുന്നേ. ചോറ് വാർത്ത് വെച്ചു. ചിക്കൻ കറി ഒക്കെ റെഡിയാക്കിയായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. ചിക്കൻ കറി ഒന്നുകൂടി ഒന്ന് ചൂടാക്കുകയാണ്. ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കാം. കഴുകേണ്ട പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അടുക്കളയിലെ പണി കഴിഞ്ഞു. ഇനി ഇതേ പിള്ളേരെ പഠിപ്പിക്കാനായിട്ടിരിക്കുകയാണ്. ഒരാളൊരു ബോട്ടിലും വെച്ച് ഇങ്ങനെ വെള്ളം കുടിച്ച് നടക്കുകയാണ്. ഈ ബോട്ടിൽ എൻ്റെ ഉമ്മച്ചി വാങ്ങിച്ചു കൊടുത്തതാണ്. അതിനുശേഷം അവന് ഇതിൽ തന്നെ വെള്ളം കുടിക്കണം. എപ്പോഴും അതിൽ വെള്ളം കുടിയാണ്. ഇതാണ് കേട്ടോ ആൾ. 3ാമത്തെ കുഞ്ഞുമണിയാണേ. പൂച്ചയും കളിപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇതേ ഉച്ചത്തെ ടൈമായി. ചോറ് കഴിക്കാനായിട്ടുള്ള ചോറെടുക്കുകയാണ്. ചോറും ചിക്കൻ കറിയും സാലഡും പപ്പടവും അച്ചാറും മാത്രം തന്നെയാണ് കേട്ടോ. ധാരാളം. അപ്പോൾ ഇതൊക്കെ വിളമ്പി ഞങ്ങളിത് കഴിക്കാനായിട്ടിരിക്കുകയാണ്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങളിവിടെ അടുത്തൊരു കടവുണ്ട്, അങ്ങോട്ടേക്ക് പോയായിരുന്നു. ഞാനും ഹസ്ബൻഡും പിള്ളേരും അങ്ങോട്ട് ചെന്ന്. പിള്ളേരതേ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളും കുഞ്ഞു മീനുകളൊക്കെ ആ സൈഡിൽ പോകുന്നുണ്ട്. അവന്മാർ ചെറിയ കപ്പിൽ ഞണ്ടിനെയൊക്കെ പിടിച്ച് വയ്ക്കണുണ്ടായി. അതൊക്കെ കളഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിതേക്കുറിച്ച് സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഹസ്ബൻഡ് എടുത്ത് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ആയിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. സന്ധ്യയായപ്പോൾ ചൂട് ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാത്രിയത്തെ മെനു എന്ന് പറയുന്നത് നമ്മുടെ റാഗിപ്പുട്ടും സോയാ ചങ്കുവാണേ, റോസ്റ്റും. അതും കഴിച്ച് ഞങ്ങളിതേ കിടക്കാൻ പോവുകയാണ്. നമുക്കിനിയും വീണ്ടും കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.